ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ അടിപൊളി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. നല്ല ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ചിക്കൻ നല്ലവണ്ണം മാരിനേറ്റ് ചെയ്യണം. അതിനാദ്യം ഉപ്പും പിന്നെ നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റേതും കൂടുതൽ ഇടാം. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി കൂടി ഇട്ടെടുക്കാം, ഒരു എരിവിന് വേണ്ടി. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തൈരും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാറ്റി വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് തേങ്ങയിൽ മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് മാറ്റിയേക്കാം. ഇത് ലാസ്റ്റ് ചിക്കനിൽ ചേർക്കാനുള്ളതാണ്. ഇതിടുമ്പോഴാണ് ചിക്കന് വേറെ ടേസ്റ്റ് ആവുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് അതും മാറ്റിയേക്കാം. എന്നിട്ടൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോയിലാക്കിയിടാം. പിന്നെ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ മറിച്ചിടാം. ഒരു സൈഡ് നല്ലോണം മരിഞ്ഞതിന് ശേഷം മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ. മറിച്ചിട്ടതിന് ശേഷം അപ്പുറത്തെ സൈഡ് നല്ലോണം ഫ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതും ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് കോരി മാറ്റാം. കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. തേങ്ങ ഈ എണ്ണയിൽ കിടന്ന് നല്ലോണം മൊരിഞ്ഞ് വരണം. അതിനാണ് നമ്മൾ ചിക്കൻ ആദ്യം മാറ്റി വെച്ചിട്ട് വേണം തേങ്ങ ഇടാൻ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് മാക്സിമം സപ്പോർട്ട് തരണുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം തീ നല്ല ലോയിലാക്കി വെക്കണം. തേങ്ങ നല്ലോണം ചെറു തീയിൽ കിടന്ന് മൊരിഞ്ഞ് വരണം. ഇങ്ങനത്തെ ഒരു കളറായതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കനോട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാ ചിക്കനിലും ആ തേങ്ങ എല്ലായിടത്തും എത്തുന്ന രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ തേങ്ങയുടെ ഈ മിക്സ് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് തരണേ, എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി മുകളിലിട്ടിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ചൂട് കൊടുക്കുന്നത് തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.